പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 15 മുതൽ 16 വരെയും 21 മുതൽ 22 വരെയുമുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം. പ്രതീക്ഷയോടിരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് യോഹന്നാനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി മാസം 11-ാം തീയതി ശനിയാഴ്ച ഈ രാത്രിയിൽ ഈശോയുടെ ചുറ്റും നമ്മൾ ഇരിക്കുമ്പോൾ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തന്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ചാണ്. നാളെ ഞായറാഴ്ച ഈശോയുടെ ജ്ഞാനസ്നാന തിരുനാളാണ്. ഈശോ സ്നാനം സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേലുള്ള പിതാവിന്റെ അംഗീകാരമുദ്ര പിതാവ് വെളിപ്പെടുത്തുന്നതാണ് സംഭവം. ഈശോയുടെ ജീവിതത്തിന്റെ സുപ്രധാനമായ ഒരു ഘട്ടം ആരംഭിക്കുന്നതേയുള്ളൂ. ഈ സുപ്രധാനമായ ഘട്ടം ആരംഭിക്കുന്ന സമയത്ത് പിതാവായ ദൈവം എന്തു കണ്ടിട്ടാണ് ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്? നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുകയും ആ നല്ല കാര്യം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോഴാണല്ലോ അവർ പ്രസാദിക്കുന്നത്, അല്ലേ? അപ്പൊ ഈശോ പരസ്യജീവിതം തുടങ്ങുന്നുള്ളൂ. ഈ തുടക്കത്തിൽ തന്നെ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയാൻ എന്താണ് ഉള്ളത്? പ്രിയപ്പെട്ടവരെ, പരസ്യജീവിതം ഉള്ളൂവെങ്കിലും ഈശോയുടെ പിറകിൽ എത്ര വർഷത്തെ ജീവിതമുണ്ട്? 30 വർഷത്തെ ഈ ഭൂമിയിലുള്ള ജീവിതമുണ്ട്. ഈശോ സ്വർഗം വിട്ടിറങ്ങുകയും പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ജാതനാവുകയും കാലിത്തൊഴുത്തിൽ പിറക്കുകയും ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയും തിരിച്ച് നസ്രത്തിൽ വന്ന് തന്റെ അമ്മയോടും വളർത്തുപിതാവായ ഔസേപ്പിതാവിനോടും കൂടെ ജീവിക്കുകയും അവർക്ക് കീഴ്വഴങ്ങി അവർക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്തു. അനുസരണമുള്ളവനായിട്ട് ജീവിച്ചു. മനുഷ്യരുടെയും ദൈവത്തിന്റെയും പ്രീതിയിലും ജ്ഞാനത്തിലും വളർന്നു വന്നു.
അങ്ങനെ ഈശോയുടെ ഒരു ബാല്യം, ഈശോയുടെ കൗമാരം, ഈശോയുടെ യുവത്വം, ഈശോയുടെ യൗവനം. അപ്പോൾ അങ്ങനെ 30-ാമത്തെ വയസ്സുവരെയുള്ള ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവം ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ ഒരു ഇടയ്ക്ക് വെച്ചും താബോർ മലയിൽ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇതുപോലെ വീണ്ടും ഒരു അംഗീകാര മുദ്ര പതിപ്പിച്ചുകൊണ്ട് പറയും, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവരെന്റെ പ്രിയപുത്രനാണ്. അപ്പോൾ പിതാവിന്റെ അംഗീകാര മുദ്ര വീണ്ടും വീണ്ടും ലഭിക്കാൻ തക്ക വിധം ഈശോ പിതാവിന് പ്രീതികരമായി ജീവിച്ചു. ഈശോ തന്നെ പറയുന്നുണ്ട്, പിതാവ് എപ്പോഴും എന്റെ കൂടെയുണ്ട്, കാരണം ഞാൻ പിതാവിന് ഇഷ്ടമുള്ളതാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഈശോയോട് ആരെങ്കിലും ചോദിച്ചാൽ, നീ ആർക്കിഷ്ടമുള്ളതുപോലെയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ നീ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈശോയ്ക്ക് പറയാനുള്ള ഒറ്റ ഉത്തരം ഇതാണ്, ഒറ്റ വാചകത്തിലുള്ള ഉത്തരം ഇതാണ്, ഞാൻ പിതാവിന് ഇഷ്ടമുള്ളതുപോലെയാണ് ജീവിക്കുന്നത്, പിതാവിന് പ്രീതികരമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അതുപോലെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയാൻ പറ്റുന്ന ഒരു ആത്മീയ കരുത്ത് ഈശോയ്ക്കുണ്ടായിരുന്നു. ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റി, ആത്മീയ പക്വത ഈശോയ്ക്കുണ്ടായിരുന്നു. ഇന്ന് ഈ രാത്രിയിൽ നമുക്ക് അവലോകനം ചെയ്യാനുള്ള കാര്യം അതാണ്. ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? കർത്താവിന് ഇഷ്ടമില്ലാത്തതായി എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളുണ്ടോ? കർത്താവിന് ചേരാത്തത് വികാരങ്ങളും കർത്താവിന്റെ ഇഷ്ടങ്ങൾക്ക് ചേരാത്ത പദ്ധതികളും എൻ്റെ ജീവിതത്തിലുണ്ടോ? എൻ്റെ നടപ്പും ഇരിപ്പും നിൽപ്പും കർത്താവിന് പ്രീതികരമായ രീതിയിലാണോ? ഞാൻ എൻ്റെ അപരനോട് ഇടപെടുന്നത്, എൻ്റെ മാതാപിതാക്കളോട് പെരുമാറുന്നത്, എൻ്റെ സഹോദരങ്ങളോട് ഇടപഴകുന്നത്, ഞാൻ പ്രാർത്ഥനയിലായിരിക്കുന്നത്, അങ്ങനെ എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും പരസ്പരമുള്ള ബന്ധത്തിലും കർത്താവിന് ചേരാത്തതായ എൻ്റെ ഹൃദയത്തിൽ പകയോ വിദ്വേഷമോ അസ്വസ്ഥതകളോ അഹങ്കാരങ്ങളോ സ്വാർത്ഥതകളോ അശുദ്ധികളോ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ സ്നാനജലത്തിൽ ഒരു ജ്ഞാനസ്നാനം നമുക്ക് നടത്തേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ പാപത്തിന്റെ മാലിന്യങ്ങളെ കഴുകി മാറ്റുന്ന ഒരു ജ്ഞാനസ്നാനം, ഈശോയുടെ ജ്ഞാനസ്നാനം ഈശോയിൽ നിന്ന് പാപങ്ങൾ കഴുകി മാറ്റുന്നതിനുള്ളതായിരുന്നില്ല എങ്കിലും നമ്മൾ സ്വീകരിക്കുന്ന സ്നാനം നമ്മിൽ നിന്ന് നമ്മുടെ പാപങ്ങൾ കഴുകി മാറ്റുന്നതിനുള്ളതാണ്. അങ്ങനെ പാപങ്ങൾ കഴുകി മാറ്റപ്പെട്ട് നമ്മൾ പിതാവിന് പ്രീതികരമായ മക്കളായി മാറും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കഴുകി മാറ്റപ്പെടേണ്ടത് കഴുകി മാറ്റപ്പെടുക തന്നെ വേണം. കൂട്ടിച്ചേർക്കപ്പെടേണ്ടത് കൂട്ടിച്ചേർക്കപ്പെടുക തന്നെ വേണം. പാപത്തിൽ നിന്ന് കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന വ്യക്തികളായി മാറാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിനെ ഓർത്തനുതപിച്ച് ഇരുകരങ്ങളും ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പാപപരിഹാരം ചെയ്യാം. ഈശോയേ
കർത്താവ് നമുക്ക് നൽകിയ എല്ലാ കൃപകളെയും ഓർത്ത് ഇന്ന് പ്രഭാതം മുതൽ ഈ രാത്രി വരെ അവിടെ നമ്മെ നയിച്ചതിനെ ഓർത്ത് നൽകിയ അഭിഷേകത്തെ ഓർത്ത് കരമടിച്ച് സ്തുതിച്ച് നന്ദി പറയട്ടെ. ഹല്ലേലൂയ 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 നന്ദി പറയുന്നു നന്ദി പറയുന്നു നന്ദി 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 സ്തുതി 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 ആരാധന ആരാധന നന്ദി 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 ഹല്ലേലൂയ. സ്തോത്രങ്ങളോടെ അവിടുത്തെ ആലയത്തിൽ പ്രവേശിക്കാം, സ്തുതിഗീതങ്ങളോടെ കവാടങ്ങൾ കടക്കാം. ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു ആരാധിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ ആത്മീകവും ഭൗതികവുമായ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപത്തോട് ചേർത്ത് കെട്ടിയിട്ടിരുന്ന അനേകായിരം മക്കളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവിടെയും ഓൺലൈനിലുമായിരിക്കുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ 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 നമുക്ക് മുട്ടുകുത്താം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. ഈശോയുടെ തിരുമുഖത്തിൽ നിന്നുള്ള ആ പ്രകാശകിരണങ്ങൾ, ദിവ്യകാരുണ്യമുഖശോഭ നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശത്തിലേക്കും തുളച്ചു കയറുകയാണ്. നമ്മുടെ ഓരോ തുള്ളി രക്തത്തിലേക്കും അത് മുദ്ര വയ്ക്കപ്പെടുകയാണ്. നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് ആ പ്രകാശം പടരുകയാണ്. ആ ചൈതന്യം നിറയുകയാണ്. ആ ദിവ്യകാരുണ്യ സുഗന്ധം പരക്കുകയാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അയൽക്കാർക്ക് വേണ്ടി, നമ്മുടെ ദേശത്ത് താമസിക്കുന്നവർക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിനും ഈ പ്രപഞ്ചം മുഴുവനും വേണ്ടി, ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള സകല ജനതകൾക്കും വേണ്ടി ആശീർവാദം സ്വീകരിക്കാം. ഈ രാത്രിയിൽ പട്ടിണി കിടക്കുന്നവർ, അലഞ്ഞു തിരിയുന്നവർ, താമസിക്കാൻ ഭവനമില്ലാത്തവർ, വളരെ അഡ്വേഴ്സ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷനിൽ പല സ്ഥലങ്ങളിലും കൊടിയ തണുപ്പുള്ള സമയങ്ങളാണ്. കയറിക്കിടക്കാൻ ഒരു ഭവനമില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, ഇവിടെ ഇരകളായവർ, യുദ്ധത്തിന്റെ ഇരകളായവർ, എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ഈശോയേ
സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും പുതിയ സൃഷ്ടികളാക്കി മാറ്റുകയും ചെയ്യുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ദൈവസ്നേഹത്താൽ പരസ്നേഹത്താൽ ജ്വലിക്കുന്നവരാക്കി മാറ്റുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എല്ലാവർക്കും നല്ലൊരു രാത്രി, നാളെ നല്ലൊരു ഞായറാഴ്ച, ഇന്ന് സുഖനിദ്രയുള്ളൊരു രാത്രി ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.